بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. الشمس والقمر بحسبان والنجم والشجر يسجدان. والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان. والأرض وضعها للأنام فيها فاكهة അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവറുകളെ, അതുപോലെ തന്നെ കുന്നമംഗലം മണ്ഡലം പ്രസിഡന്റ് മൂസ മൗലവി അവറുകളെ, BSK തങ്ങൾ, കുന്നമംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റ് AK മുഹമ്മദ് സാഹിബ്, ഈ മഹലിലെ ഖത്തീബ് മൊയ്യുദ്ദീൻ ദാരിമി അവറുകളെ, മാവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് NP അഹമ്മദ് സാഹിബ്, അതുപോലെ തന്നെ ഈ ആംബുലൻസിൻ്റെ ചെയർമാനും മാവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ ലത്തീഫ് മാസ്റ്റർ അവറുകളെ, എൻ്റെ മുന്നിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഉമ്മ പെങ്ങന്മാരെ, മാവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് 17-ാം വാർഡ് ശാഖ കമ്മിറ്റിയുടെ ആംബുലൻസ് സമർപ്പണവും അക്യൂമെൻസ് ഉദ്ഘാടനവുമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ശാഖ മുസ്ലിം ലീഗിൻ്റെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമോദയത്തിൽ 2 വർഷം മുന്നേ നമ്മളിവിടെ ഓഫീസിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചതിന് ശേഷം നമ്മൾ ഓഫീസിലിരുന്ന് കൂടി ആലോചിച്ച് അടുത്ത വാർഷികത്തിൽ നമ്മൾക്ക് എന്ത് നാടിന് സമർപ്പിക്കാൻ കഴിയും എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്യാൻ കഴിഞ്ഞത്. നമ്മൾ ഈ പരിപാടിയോടനുബന്ധിച്ച് നമ്മുടെ കുടുംബസംഗമം ശാഖ കമ്മിറ്റിയുടെ കീഴിൽ നല്ല വിപുലമായിട്ട് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം, അതുപോലെ തന്നെ ഫാത്തിമ ദഹ്ലിയ, അതുപോലെ തന്നെ തസ്നീദ് കായലും, അതുപോലെ മറ്റു നല്ല നല്ല ക്ലാസ്സുകളും പരിപാടികളുമായി ഒരു ദിവസത്തെ പരിപാടി നടന്നു കഴിഞ്ഞു. നല്ല രീതിയിൽ അത് സമാപിച്ചു. അതിൻ്റെ അവസാന സെക്ഷനാണ് ആംബുലൻസ് സമർപ്പണം. ഇൻഷാ അല്ലാഹ് ഇവിടെ നടന്നു കഴിഞ്ഞ ഈ സമർപ്പണം നാടിനായിട്ട് നമ്മൾ ഒത്തൊരുമിച്ച് നടന്നതിൻ്റെ പ്രയത്ന ഫലമാണ് ഈ ഒരു സംരംഭം ഇവിടെ ഇങ്ങനെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത്. ഈ പരിപാടിയുമായി നമ്മുടെ ഗൾഫ് നാടുകളിലെ സുഹൃത്തുക്കൾ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുകയും അതുപോലെ തന്നെ നാട്ടുകാരെ നല്ല രീതിയിൽ സഹകരിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞത്. അതിന് സർവ്വസ്തുതിയും അള്ളാഹുവിന് അർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ പ്രസിഡന്റ് മൂസ മൗലവി അവർകളെ, അതുപോലെ തന്നെ AK മുഹമ്മദ് സാഹിബ്, NP അഹമ്മദ് സാഹിബ്, BSK തങ്ങൾ, ലത്തീഫ് മാസ്റ്റർ, എൻ്റെ മുന്നിലിരിക്കുന്ന മാന്യ നേതാക്കന്മാരെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സദർ ഉസ്താദ്, നമ്മുടെ ദാരിമി ഉസ്താദുണ്ട്, എല്ലാവരെയും ഇനി പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്നത് PM അബ്ദുറഹ്മാൻ ഹാജിയാണ്. അദ്ദേഹത്തെ ഹാർദവമായി ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ പരിപാടി നിയന്ത്രിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആംബുലൻസ് ഉദ്ഘാടനത്തിൻ്റെ കർമ്മമാണ് നടക്കാൻ പോകുന്നത്. അത് നമുക്ക് കുറച്ച് മുമ്പ് തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് നീട്ടിവെച്ചതാണ്. അപ്പം ഇതിൽ കൂടുതലായൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട തപസ്സിൽ തങ്ങൾക്ക് വേറെ പരിപാടിക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ ഈ പരിപാടിക്ക് ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നീതിമായ ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അബ്ദുറഹ്മാൻ ഹാജി അവർകളെ, ബഹുനിര കുന്നമംഗലം മണ്ഡൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ജനാബ് മുസ്ലിം സഹോദരന്മാരെ, ഊർക്കടവ് യൂണിറ്റ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമർപ്പിക്കപ്പെടുന്ന ആംബുലൻസിൻ്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേന്ദ്രമായി ഷിഹാബ് റിലീഫ് സെൻ്റർ തുടക്കം കുറിക്കുകയും ഒട്ടേറെ ചികിത്സാ സഹായങ്ങളും മറ്റു വിധത്തിലുള്ള സഹായങ്ങളും പാവപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മുസ്ലിം ലീഗ് പ്രസ്ഥാനം എന്നും മറ്റു രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സാമൂഹിക സേവന രംഗത്തും കാരുണ്യ പ്രവർത്തനങ്ങളിലും വളരെ ആത്മാർത്ഥതയോടുകൂടി സേവനമനുഷ്ഠിക്കുന്നൊരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹാന്മാരായ മുസ്ലിം ലീഗിൻ്റെ മുൻഗാമികളായ മഹത്തുക്കൾ നമുക്ക് നൽകിയ ആ ഒരു വലിയ ദൗത്യമാണ് കാരുണ്യ മേഖലയിൽ ഇതുപോലെ ഒറ്റക്കെട്ടായി സേവന പ്രവർത്തനങ്ങൾക്കായി എന്നും ആത്മാർത്ഥതയോടുകൂടി നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജനവിഭാഗവും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഓരോ കാരുണ്യ പ്രവർത്തനങ്ങളും രാഷ്ട്രീയമോ സംഘടനാപരമോ മതപരമോ ആയതൊന്നുമില്ല, അതിനൊക്കെ ഉപരി അവരുടെ പ്രയാസം കണ്ടറിഞ്ഞുകൊണ്ട് ഏറ്റവും അർഹരിലേക്കാണ് ഇത്തരം സംരംഭങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. CH സെൻ്ററുകളും ഷിഹാബ് ഡയാലിസിസ് സെൻ്ററുകൾ, ബൈത്തുർ റഹ്മകൾ, കുടിവെള്ള പദ്ധതികൾ തുടങ്ങി എവിടെയൊക്കെയോ സമൂഹം എന്ത് ആവശ്യം നേരിടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കുന്ന ഉത്തമ മാതൃകയാണ് മുസ്ലിം ലീഗിനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമല്ല. നാളെ നമ്മുടെ വിശ്വാസപരമായ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർവശക്തനായ നാഥൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം സേവന രംഗത്ത് നാം ഉള്ളത്. അതിന് സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ നാട്ടിലും മറുനാടുകൾ വിദേശങ്ങളിലും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രവാസി സംഘടനയായ KMCC ഒക്കെ തന്നെ ഈ രംഗത്ത് നമുക്ക് ശക്തി പകരുകയും നാട്ടിലെ ഓരോ കാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നാടിൻ്റെ പുരോഗതിക്കും വിദ്യാഭ്യാസപരവും മതപരവുമായ കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങൾ ഒക്കെ വളർത്തിക്കൊണ്ടുവരുവാൻ, അതുപോലെ എല്ലാ അർത്ഥത്തിലും അകമഴിഞ്ഞ സഹായങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ആംബുലൻസും യാഥാർത്ഥ്യമായതിന് പിന്നിൽ ഒട്ടേറെ സഹോദരി സഹോദരന്മാരുടെ, പ്രവാസി സഹോദരങ്ങളുടെയൊക്കെ
ആത്മാർത്ഥമായ സഹകരണവും സാമ്പത്തിക പിന്തുണയുമാണ് ഇവിടെ ഇത് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ഈ ആംബുലൻസിന് വേണ്ടി സഹായിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ശാബ്ദങ്ങൾ റിലീഫ് സെല്ലിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം ലീഗ് പോഷക സംഘടനകളുമൊക്കെ ആത്മാർത്ഥമായ പിന്തുണയോടുകൂടി ഇനിയും ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാനും അതൊക്കെ ഏറ്റവും അർഹതയിലേക്ക് എത്തിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമുക്ക് സർവശക്തനാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമുക്കറിയാം നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് നാം അടുത്തു തന്നെ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ രാജ്യം വളരെ വലിയ ഒരു ഭീഷണിയുടെ, നമുക്കറിയാം നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾ ഇന്ത്യയുടെ ഭരണഘടന പോലും ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ മതേതര കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയെ ഭരണരംഗത്ത് കൊണ്ടുവരിക എന്ന ആ വലിയ സ്വപ്നമാണ് നാം ഒക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു നല്ല സാഹചര്യം സർവശക്തനാഥൻ ഇന്ത്യൻ സമൂഹത്തിന് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതിൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. അടുത്തതായിട്ട് ഉപഹാര സമർപ്പണമാണ് KSMM. തങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ടായതുകൊണ്ട് ഈ ഉപഹാരം നമ്മുടെ നാടിൻ്റെ അഭിമാനമായ മാവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത നമ്മുടെ പ്രിയങ്കരനായ ലത്തീഫ് മാസ്റ്റർക്ക് ഈ നാടിൻ്റെ സ്നേഹോപഹാരം, മുസ്ലിം ലീഗ് 15 വാർഡ് കമ്മിറ്റിയുടെ സ്നേഹോപഹാരം തങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങുന്നു. ഈ നാടിന് KMCCയുടെ തണലിൽ ഒരുപാട് പ്രയത്നം കൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലം കുവൈത്ത് ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത നമ്മുടെ നാടിൻ്റെ അഭിമാനം സലാം തറോലിന് തങ്ങൾ ഉപഹാരം നൽകുന്നു. നമ്മുടെ നാട്ടിലെ ഏത് ദുരന്തത്തിലും സഹായമായി കൊണ്ട് നമ്മുടെ മണ്ഡലം ക്യാപ്റ്റനായി തിരഞ്ഞെടുത്ത വൈറ്റ് ഗാർഡിൻ്റെ നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് മുനീർ സാഹിബിന് സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. തങ്ങൾ ഉപഹാരം ക്ഷണിക്കുന്നു. ചെറിയൊരു പരിക്ക് പറ്റിയതുകൊണ്ട് കൂടാതെ ഏത് പ്രതിസന്ധിയിലും നമ്മുടെ നാട്ടിന് കരുത്തായി നമ്മുടെ എന്ത് പരിപാടിയിലും സജീവമായി ഉള്ള അബ്ദുറഹിമാൻ നമ്മുടെ മാവൂർ പഞ്ചായത്ത് വൈറ്റ് ഗാർഡ് ക്യാപ്റ്റനാണ്. കൂടാതെ ഇരുവരും സംസ്ഥാന വൈറ്റ് ഗാർഡിൻ്റെ പ്രത്യേക സ്പെഷ്യൽ സ്ക്വാഡിലുണ്ട്. സ്നേഹോപകാരം നൽകുന്നു. കൂടാതെ പ്രവാസ ലോകത്ത് നിന്ന് നമ്മുടെ പാർട്ടിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം പ്രവർത്തിക്കുന്ന ജാഫർ സാഹിബ് ചാലുംപാട്ടിൽ, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിലാണ് നമ്മുടെ ഈ വേദി അറിയപ്പെടുന്ന. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹം പ്രവാസ ലോകത്താണ്. ആ ഇത് ഏറ്റുപറ്റുന്നതിന് വേണ്ടി ജാഫറിൻ്റെ മകൻ ജിനാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ കുടുംബ സംഗമ പരിപാടിയിൽ ഫുൾ A+ കിട്ടിയ അത് വിട്ടുപോയത് ഒന്ന് തങ്ങളുടെ ഒറ്റ കൈതോന റസാക്ക, അദ്ദേഹത്തിൻ്റെ മകൾ ഫുൾ A+ ഇടയിൽ വിട്ടുപോയതാണ്. കുറച്ച് മൊമെൻറ്റുകളൂടെ ഉണ്ട്. തങ്ങൾക്ക് തിരക്കായതുകൊണ്ട് അത് ഇത് വിതരണം ചെയ്യുന്നതാണ്. അടുത്തതായി നിങ്ങളോട് സാംസ്കാരിക പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഹമ്മദ് മൗലവിയെ ആദരപൂർവ്വം ക്ഷണിച്ചു.
അധ്യക്ഷ അവർകളെ, ബഹുമാന്യനായ മാവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് NP അഹമ്മദ് സാഹിബ്, നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ഉപാധ്യക്ഷൻ AK മുഹമ്മദ് അലി, MC സിദ്ദീഖ് മാസ്റ്റർ, മുഹമ്മദ് കോയ, സലാം തറവൽ, ബഹുമാന്യരായ ജനപ്രതിനിധികളെ, പ്രിയ സഹോദരന്മാരെ, മാവൂർ പഞ്ചായത്തിലെ ഊർക്കടവ് ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇവിടെ വളരെയധികം കഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുള്ള, പ്രയാസപ്പെട്ട് വാങ്ങിയിട്ടുള്ള ആംബുലൻസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ബഹുമാന്യനായ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു സുദീർഘമായ പ്രസംഗത്തിന് ആവശ്യമില്ല. തങ്ങളവറുകൾ പറഞ്ഞ അവസാനത്തെ 1-2 വാക്കുകൾ നാം എടുത്ത് പരിശോധിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ബഹുമാന്യനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകുന്ന സമയത്ത് പലരും എന്തിനാണ് ഈ ലീഗ് എന്ന് ചോദിച്ചപ്പോൾ അത് മുസ്ലിങ്ങളടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് അങ്ങനെ ഒരു സംഘടന ആവശ്യമാണ് എന്ന് ഖായിദെ മില്ലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനിവാര്യമായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന സംഭവങ്ങളാണ് അനുദിനം നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കുറേ ഭാഗത്തൊക്കെ നടന്ന് കുറേ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിൽ കവിഞ്ഞ് ഇന്ത്യയിലെ 140ഓളം കോടി ജനതയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കുറേ ദിവസങ്ങളായി, അദ്ദേഹം ചെയ്തതൊക്കെ പോകട്ടെ, കുറേ ദിവസങ്ങളായി നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് എന്താ സാധാരണ പറയുന്നത് പോലെ യുദ്ധപ്രഖ്യാപനമാണ്. മുസ്ലിം സമുദായത്തോട് യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഹിന്ദു സഹോദരിമാരുടെ കഴുത്തിലുള്ള താലിമാല പറിച്ചെടുത്ത് അത് വിറ്റിട്ട് ഇവിടുത്തെ കുടിയേറ്റക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് അത് കൊടുക്കുകയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണങ്ങൾ, വർഗീയ പ്രചരണങ്ങൾ, അതുപോലെ എന്തൊക്കെ രീതിയിലുള്ള പ്രചരണം ഓരോരോ ദിവസവും. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന നമ്മുടെ രാജ്യത്ത് അനിവാര്യമാണ് എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മളത് ശരിക്കും മുസ്ലിം ലീഗ് പാർട്ടി നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവനും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളത് വിനിയോഗിക്കുകയുണ്ടായി. ഈ 3 മുദ്രാവാക്യം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു മതം. ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു മതം. ഈ ഒരു മുദ്രാവാക്യവുമായാണ് പ്രധാനമന്ത്രി അടക്കമുള്ള BJPക്കാർ നമ്മുടെ രാജ്യത്ത് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ഒരു മതമെന്നാണ്. ഏക സിവിൽ കോഡ് എന്നതുകൊണ്ട് നമ്മളിപ്പോൾ പലതും വിചാരിക്കും. പക്ഷേ ഒരു മതമാണ്. ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്കൊരു മതം മതി എന്നാണ്. അത്രയും വിഷം ചീറ്റുന്ന പരിപാടികൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി വർദ്ധിച്ച ഒരു പ്രത്യേക ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ പ്രവർത്തനം കുറച്ചുകൂടി വളരെ ശാസ്ത്രീയമായ രീതിയിലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രവർത്തനം ഇത് ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനമാണ്. ഇവിടെ പെട്ടെന്ന് എന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
അത് ആംബുലൻസിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള. ഹോസ്പിറ്റലിൽ എത്തിയാലോ, ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ രോഗിയെ സഹായിക്കാൻ അവിടെ നമ്മുടെ വർക്കേഴ്സ്, CS സെൻ്ററിൻ്റെ വർക്കേഴ്സ് അവിടെ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ഒരു അസാന്നിധ്യം, നമ്മൾ ആരെങ്കിലും ഇവിടെ ഇല്ലെങ്കിലും, നമ്മൾ മറ്റേതെങ്കിലും സ്ഥലത്താണെങ്കിലും, നമ്മുടെ ഉത്തരവാദപ്പെട്ടിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരാൾ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ നമ്മുടെ സാന്നിധ്യം അവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള വളണ്ടിയേഴ്സിൻ്റെ പ്രവർത്തനം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരാ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്ന് മാത്രമല്ല, വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ബാധ്യതകൾ ഇതാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഊർക്കടവ് ശാഖ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, മുസ്ലിം ലീഗ് ഒരു പ്രക്ഷോഭത്തിലാണ്. നമ്മുടെ മലബാർ മേഖലകളോട് കേരള സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന, വിദ്യാഭ്യാസപരമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കെതിരെ ഈ മാസം 29-ാം തീയതി മലബാർ മേഖലയിലെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗ് ധർണ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ ധർണാ സമരത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. എന്താ, ഈ പാലക്കാട് വിട്ടിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ, അവിടുന്ന് അങ്ങോട്ടുള്ള ജില്ലകളിൽ മുഴുവനും +1 ക്ലാസ്സുകളിൽ ഒരു ക്ലാസ്സിൽ 35-40 കുട്ടികളാണെങ്കിൽ പാലക്കാട് ഇങ്ങോട്ട് 70 കുട്ടികളാണ്. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. നമ്മുടെ കുറ്റിക്കാട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ക്ലാസ്സിൽ 70 കുട്ടികളാണ് +1-നും +2-നും ഉള്ളത്. എന്തൊരു അനീതിയാണിത്! എങ്ങനെയാണ് ഈ കുട്ടികളെ ഈ അധ്യാപകന്മാർക്ക് പഠിപ്പിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് സ്വൈര്യമായ ക്ലാസ്സിലിരിക്കാൻ കഴിയുക? അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം. ഇനി മാത്രമല്ല, +1-ൽ എല്ലാ വിഷയത്തിലും SSLCക്ക് +1 എല്ലാ വിഷയത്തിലും A+ കിട്ടിയിട്ടുള്ള കുട്ടികൾ, ആ കുട്ടികൾക്ക് അവരിഷ്ടപ്പെട്ടിട്ടുള്ള സ്കൂളുകളോ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വിഷയങ്ങളോ സെലക്ട് ചെയ്യാൻ അധികാരമില്ല. സർക്കാർ പറയുന്ന വിഷയം എടുത്തോളണം. എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങിയിട്ടുള്ള ഏകദേശം 100% വരെ മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടിക്ക് എനിക്ക് സയൻസ് ഗ്രൂപ്പ് കിട്ടണം എന്ന് പറഞ്ഞാൽ ഈ ഒമാൻറ്റീസ് എടുത്തോ, എനിക്ക് കുറ്റിക്കാട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വേണം എന്ന് പറഞ്ഞാൽ ഈ വെള്ളയിൽ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിലുണ്ടായിട്ടുള്ള അനുഭവമാണ്. കുറ്റിക്കാട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പരിസരത്ത് നിൽക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് +1-ന് സീറ്റ് കിട്ടിയിട്ടുള്ളത് അവൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് വെള്ളയിലേക്കാവും പോകുന്നത്. ആ ഒരു സാഹചര്യമാണ് നമ്മുടെ മലബാറിനോട്. ഇത് മുസ്ലിം ലീഗിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇത് മുസ്ലിങ്ങളുടെ പ്രശ്നം മാത്രമല്ല, ഈ നാട്ടിലെ ഓരോരോ പൗരൻ്റെയും ഓരോരോ ആളുകളുടെയും പ്രശ്നമാണ്. ആ പ്രശ്നത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് ഈ മാസം 29-ാം തീയതി നടത്തുന്ന ആ ധർണാ സമരത്തിലേക്ക് ഇവിടെയുള്ള മുസ്ലിം ലീഗിൻ്റെ എല്ലാ പ്രവർത്തകന്മാരെയും ക്ഷണിച്ച് നിങ്ങളുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കിവിടെ നോക്കിയാൽ അറിയാം, വളരെ മനോഹരമായ ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. അതുപോലെ തന്നെ ചിട്ടയായ പ്രവർത്തനത്തിൽ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഈ ഒരു വലിയ സാമ്പത്തിക ഭദ്രതയുമൊന്നുള്ള ഒരു പ്രദേശമല്ലായിട്ട് പോലും ഇവിടെ ഈ ആതുര സേവന രംഗത്ത് വലിയൊരു മുതൽക്കൂട്ടാവുന്ന ഈ ആംബുലൻസിൻ്റെ സമർപ്പണം ഒത്തൊരുമയോട് കൂടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണിത്. അത് നമുക്ക് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പോൾ ഇന്നലെ അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട കുടുംബ സംഗമത്തിൽ ഞാൻ സംബന്ധിക്കുകയുണ്ടായി. വളരെ വലിയൊരു പങ്കാളിത്തം ഈ പ്രദേശത്തുള്ള സ്ത്രീകളടക്കമുള്ള ആളുകൾ ആ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. അപ്പോൾ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക ജാഗ്രത പാലിക്കേണ്ട ഈ സമയത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം പല ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളും വിമർശനങ്ങളുമൊക്കെ പണ്ടുകാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അതിജീവിച്ചു കൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം ഈ തലത്തിലേക്ക് വന്നത്. എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതൊന്നുകൂടി
പാർട്ടി പ്രവർത്തകർ അതിന് ജാഗ്രതയോടുകൂടി അത് പ്രവർത്തന രംഗത്ത് സജീവമാവുകയും ഇതേപോലെ തന്നെയുള്ള സമൂഹത്തിന് ഉപകാരപ്പെടുന്നതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആ പരിപാടി വിജയിപ്പിക്കാനും അത് നാടിന് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ സമർപ്പിക്കാനും ഇനിയും ഈ പ്രവർത്തനമൊക്കെ പ്രചോദനമാവട്ടെ. ഈ നാടിനതൊരു വലിയൊരു മുതൽക്കൂട്ടാവും. എന്തായാലും ശരി, ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നിർവഹിച്ചു പോന്ന ഈ ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയെയും ഇതിൻ്റെ സംഘാടകരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട അധ്യക്ഷൻ PM അബ്ദുറഹ്മാൻ സാഹിബ്, പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ലത്തീഫ് മാസ്റ്റർ, മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് AK മുഹമ്മദ് സാഹിബ്, മാവൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TT ഖാദർ സാഹിബ്, UDF പഞ്ചായത്ത് ചെയർമാൻ പ്രിയപ്പെട്ട ഇസ്മായിൽ മാസ്റ്റർ, പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ ഉസ്മാൻ, MT സലീം മാസ്റ്റർ, തറോൽ സലാം അടക്കമുള്ള ഈ പ്രദേശത്തെ ശക്തമായ മുസ്ലിം ലീഗ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കൾ, സഹോദരന്മാർ, മാവൂർ പഞ്ചായത്തിലെ 18 വാർഡുകളിൽ മാവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഉള്ളത് 16 വാർഡുകളിലാണ്. ഈ 16 വാർഡുകളിൽ മറ്റ് 15 വാർഡുകളെയും പിന്നിലാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇന്ന് ആംബുലൻസ് പൊതുസമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച് അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഒരു വാർഡായി മാവൂർ പഞ്ചായത്തിലെ ഊർക്കടവ് വാർഡ് മാറിയിരിക്കുന്നു എന്ന സന്തോഷം ഞാൻ പങ്കുവെക്കുന്നു. മുസ്ലിം ലീഗിന് ഒരു മനോഹരമായ ഓഫീസ് നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണം നടത്തി ഉദ്ഘാടനം കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണം മാറും മുമ്പ് തന്നെ ഇതൊരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് ഒരു 10 ലക്ഷം ഉറുപ്പികയിലധികം ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഈ സേവന രംഗത്തേക്ക് വന്ന ഈ കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുകയും ഈ 16 വാർഡുകളിൽ പൈലറ്റ് വാർഡായി ഊർക്കടവ് വാർഡ് മാറിയിരിക്കുന്നു എന്ന സന്തോഷവും കൂടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇതിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന മുഴുവൻ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും മറ്റു പോഷക സംഘടനകളുടെയും മുഴുവൻ ഭാരവാഹികളെയും അംഗങ്ങളെയും ഇതിന് സഹായിച്ചവരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇനി ഒരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഇവിടെ സൂചിപ്പിച്ച മാതിരി മാവൂർ പഞ്ചായത്തിലെ 18 വാർഡുകളിൽ എണ്ണപ്പെട്ട ഒരു വാർഡ് കമ്മിറ്റിയായി ഊർവടവ് മുസ്ലിം ലീഗ് കമ്മിറ്റി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ മഹത്തായ പരിപാടിക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുള്ള ഈ വാർഡിലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെയും സഹപ്രവർത്തകരെയും ഒറ്റവാക്കിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. അടുത്തായി നമ്മുടെ സംസാരിക്കുന്നതിന് MP ഉസ്മാൻ. അധ്യക്ഷൻ PM അബ്ദുറഹ്മാൻ ഹാജി, പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, ഊർക്കടവ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആംബുലൻസിൻ്റെ താക്കോൽദാന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഇന്ന് വമ്പിച്ച രൂപത്തിലുള്ള, വളരെ വലിയ രൂപത്തിലുള്ള പൊതുപരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ലളിതമായ ചടങ്ങിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏതായാലും ഈ പരിപാടി കൂടുതലായി നീട്ടിക്കൊണ്ടു പോകുന്നല്ല എന്നതുകൊണ്ട് ആശംസയിൽ ഒതുക്കുവാൻ വേണ്ടി തന്നെയാണ് തീരുമാനം. നമുക്കറിയാം, ഈ ചടങ്ങിൽ ആശംസ പറയുമ്പോൾ ഇവിടെ AK യും MP യും ഖാദർക്കൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ
ഈ അങ്ങാടിയിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായ ഒരു ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഒരു വർഷത്തെ എന്ത് ചെയ്തൊരു വർഷം ഈ ഓഫീസിൽ ഇരുന്നു കൊണ്ടെന്ന് ചോദിച്ചാൽ അതാണ് ഇവിടെ ലത്തീഫ് നമ്മുടെ സെക്രട്ടറി സലാം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ചർച്ച ചെയ്തു, തീരുമാനമെടുത്തു, ഓഫീസിൽ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. എടുത്തത് ഈ നാടിന് ഏവർക്കും ഗുണകരമാകുന്ന രൂപത്തിലുള്ള ഒരു ആംബുലൻസ് വാങ്ങാനാണ്. നമുക്കറിയാം ഇന്ന് മറ്റു നമ്മുടെ സമീപത്തുള്ള പാർട്ടികളൊക്കെ ഓഫീസിലിരുന്ന് തീരുമാനമെടുക്കുന്നത് മറ്റുള്ള ആളുകളുടെ തല എങ്ങനെ എടുക്കാം എന്നുള്ള ചർച്ച ചെയ്യുന്ന സമയത്ത്, ബോംബുണ്ടാക്കുന്നത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റിക്കാർ ചർച്ച ചെയ്യുന്നത് ഒരു വർഷം ഒരു ഓഫീസിലിരുന്നു കൊണ്ട് ചർച്ച ചെയ്തെടുത്ത തീരുമാനം ഈ നാടിന് വേണ്ടി, നാടിന്റെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് അസുഖമായി രാത്രി നട്ടപ്പാതിരക്കു എന്ന് വിളിച്ചാലും ഇവന്റെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ആതുരാലയത്തിലേക്ക്, ആസ്പത്രിയിലേക്ക് ഓടിപ്പോവാൻ വേണ്ടി ആംബുലൻസ് ഈ നാടിന് വേണ്ടി സമർപ്പിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിന് നേതൃത്വം കൊടുത്ത ഈ നാട്ടിൽ നല്ലവരായ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും MSFന്റെയും പ്രവർത്തകരെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം ഈ ആംബുലൻസിന് സമർപ്പണത്തിന് മുൻപേ 3 ബൈത്തുറഹ്മകൾ ഈ നാടിന് സമർപ്പിച്ച ഒരു പ്രസ്ഥാനം കൂടിയാണ് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യുവക്കടവ് ശാഖ കമ്മിറ്റി. നമുക്കറിയാം അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്ന KMCCയുടെ പ്രവർത്തകരുണ്ട്, അതേപോലെ തന്നെ MSFന്റെ പ്രവർത്തകരുണ്ട്, പഞ്ചായത്തിൽ നിങ്ങൾ സംഭാവന ചെയ്ത പ്രിയപ്പെട്ട ലത്തീഫ് മാസ്റ്റർ നേതൃത്വത്തിലുള്ള, അതേപോലെ തന്നെ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന, നമുക്കറിയാം ഇവിടെ തങ്ങൾ വരാൻ വൈകിയപ്പോൾ നിങ്ങൾ പോയി നിസ്കരിച്ചു പോരി എന്ന് പറഞ്ഞപ്പോൾ നിസ്കരിച്ച് വീണ്ടും തിരിച്ചു വന്ന പ്രിയപ്പെട്ട വനിതാ ലീഗിന്റെ പ്രവർത്തകർ അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തകരാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന വനിതാ ലീഗ് നേതാക്കന്മാരെയും ഒരിക്കൽ കൂടി മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും MSFന്റെയും നേതാക്കന്മാരെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഈ സായാഹ്നം ഊർക്കടവ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മാത്രമല്ല, ഇത് ഉദ്ഘാടനം ചെയ്ത പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്നും മാതൃകയായി നിലനിൽക്കുന്നു നമ്മുടെ നാട്ടിൽ എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ആ സങ്കല്പം ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്ത ഈ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഈ വാർഡിലുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ എടുത്ത തീരുമാനം, അങ്ങനെ ഒരു സങ്കല്പം മനസ്സിൽ രൂപ കൊണ്ടവരും അതിനുവേണ്ടി അവരുടെ സമ്പത്തും അധ്വാനവും ചിലവഴിച്ച ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും അവരുടെ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ ഗണത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. അത്രയും ഭംഗിയായൊരു പ്രവർത്തനമാണ്. ഒരു വാർഡ് കമ്മിറ്റി ഇങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരുക എന്നുള്ളത് നമ്മൾ സാധാരണ കാണാറില്ല. കാരണം പല സംഘടനകളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും മാവൂര് പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം അതില്ല, മുസ്ലിം ലീഗ് കമ്മിറ്റി. പക്ഷേ ഇവിടെ ഏത് രൂപപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് എടുത്തു പറയത്തക്ക കാര്യം തന്നെയാണ്. അതിന് ധൈര്യം കാണിച്ച, അതിന് സന്നദ്ധത കാണിച്ച നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ വളണ്ടിയർമാർ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഉദ്യമം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാവൂര് നമുക്ക് PTH ഉണ്ട്, പാലിയേറ്റീവ്, അവിടെ നമുക്കൊരു ഇതുപോലെ ആംബുലൻസ് ഇല്ല. അതിനു വേണ്ടി നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആംബുലൻസ് ഉണ്ടാക്കാൻ വേണ്ടി. കാരണം നമ്മൾ ഈ ഇത്തരം ഉദ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ വളരെ ആവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒന്ന്, ഈ എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ആളുകൾക്ക് മറ്റുള്ള ആളുകളെ ആശ്രയിക്കേണ്ട ഗതികേട് ഇപ്പം പഠിച്ച ഓഫീസായിട്ടില്ല. CH സെൻ്റർ ആയിട്ടും അതുപോലെ തന്നെ എത്രയോ മറ്റ് പള്ളി കമ്മിറ്റികളായിട്ടും മറ്റും നമ്മളിത് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അത് നിങ്ങളെ സംബന്ധിച്ച് മുന്നിൽ നിന്ന് നിങ്ങൾ പ്രവർത്തിച്ച് മാതൃക കാണിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു മുസ്ലിം ലീഗിൻ്റെ നേട്ടം തന്നെയായി. മാവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒരു യൂണിറ്റ് എന്നുള്ള രീതിയിൽ മാവൂർ പഞ്ചായത്ത് കമ്മിറ്റി കൂടി അതിന് അഭിമാനിക്കാനുള്ള അർഹതയുണ്ട്. മറ്റ് വാർഡുകളിലേക്കും ഇത്തരം പ്രവർത്തനങ്ങൾ എത്തിക്കാൻ വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ വേണം. അവർക്ക് ആ താല്പര്യം ഉണ്ടാക്കണം. ഇത് മാതൃകയായി കാണണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ടും ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും ഈ ഉദ്യമത്തിനും നിങ്ങൾ നടത്തിയ ഇന്നലെയും ഇന്നുമായി ഇവിടെ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും പാർട്ടിയെ
ശക്തിപ്പെടുത്തുന്നതിനുള്ള ഉപകരണങ്ങളാണ്, അതിനുള്ള വഴികളാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങളും സർവശക്തൻ നാഥൻ ഇത് സ്വീകരിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മുസ്ലിം ലീഗ്, മുസ്ലിം യൂത്ത് ലീഗ്, MSF ഈ മാവൂർ പഞ്ചായത്തിലെ ചെറിയൊരു വാർഡായ 17 വാർഡിൻ്റെ ഇങ്ങനത്തെ എല്ലാവരും കാര്യങ്ങളും നടത്താൻ കഴിഞ്ഞതിൽ ഞങ്ങളെ അഭിനന്ദിച്ച, ഞങ്ങളെ മുക്തകണ്ഠ പ്രശംസിച്ച മാവൂരെ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ പറയാൻ തന്നെ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് പറഞ്ഞതിൽ. അതുപോലെ മറ്റ് പാർട്ടിക്കാർ, ഇവർ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിക്കാരെന്ന് അവകാശപ്പെടുന്നവർ ആരെ എങ്ങനെ കൊല്ലാൻ നോക്കുമ്പോൾ മുസ്ലിം ലീഗ് ഡയാലിസ് ചെയ്ത് അവർ രക്ഷപ്പെടുത്താൻ നോക്കണം. മറ്റ് പാർട്ടിക്കാർ, ഏറ്റവും വലിയ പാർട്ടിക്കാരെ അവകാശപ്പെടുന്നവർ എങ്ങനെ കിണർ നശിപ്പിക്കാൻ നോക്കും, മുസ്ലിം ലീഗ് അത് കുടിവെള്ള പദ്ധതിയിലൂടെ അവരെ സഹായിക്കാൻ നോക്കും. അതുപോലെ മറ്റ് ബോംബെറിഞ്ഞ് എങ്ങനെ വീട് തകർക്കാൻ നോക്കും, മുസ്ലിം ലീഗുകാരത് ബൈത്തുറഹ്മാൻ മുഖാന്തരം അത് നിർമ്മിക്കാൻ നോക്കും. അങ്ങനെ പലതുകൊണ്ടും മുസ്ലിം ലീഗും മറ്റുള്ള പാർട്ടിക്കാരും തമ്മിലുള്ള മാറ്റങ്ങൾ ഇവിടുത്തെ എല്ലാ പൊതുജനങ്ങളും മനസ്സിലാക്കണമെന്നും മുസ്ലിം ലീഗിൻ്റെ സഹായം എല്ലാവർക്കും ഉണ്ടാവുമെന്നും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ടും നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആദരണീയനായ അധ്യക്ഷൻ, മറ്റ് വേദിയിലിരിക്കുന്ന, സദസ്സിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം, പഞ്ചായത്ത്, വാർഡ് നേതാക്കന്മാരെ, സുദീർഘമായിട്ടുള്ള ഒരു ആശംസാ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. ഈ വാർഡിൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ പുറത്തിറക്കിയ ഈ ആംബുലൻസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. ഈ പ്രദേശത്തെ KMCCയുടെ ഒരു ഭാരവാഹി എന്ന നിലയിൽ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത്, മണ്ഡലം, വാർഡ് തലങ്ങളിലെ എൻ്റെ ആദരണീയ നേതാക്കന്മാരെ, മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും വനിതാ ലീഗിൻ്റെയും MSFൻ്റെയും പ്രവർത്തകരെ, ഈ പരിപാടിയുടെ അവസാനത്തെ സെഷനായ നന്ദി പറയാൻ ചടങ്ങാണ് എൻ്റെ അർപ്പിതമായിട്ടുള്ളത്. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ആംബുലൻസ് നാടിനു വേണ്ടി സമർപ്പിച്ച പാണക്കാടിൻ്റെ അംഗമായ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കൂടിയായ അബ്ബാസ് അലി തങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നന്ദി പറയുകയാണ്. അതുകൂടാതെ ജില്ലാ ഭാരവാഹിയായ മൂസ മൗലവി, മണ്ഡലം ഭാരവാഹികളായ ഇവിടെ ഇരിക്കുന്ന AK അബ്ദുറഹ്മാൻ സാഹിബ്, പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അഹമ്മദ് സാഹിബ്, എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഖാദർ സാഹിബ്, ഉസ്മാൻ, ഇസ്മായിൽ സാഹിബ്, സെക്രട്ടറി സലാം, സലീം മാസ്റ്റർ, ഇവിടെ പ്രസംഗിച്ച മറ്റ് KMCCയുടെ മണ്ഡലം സെക്രട്ടറി കുബൈദ്, KMCCയുടെ മണ്ഡലം സെക്രട്ടറി സലാം സാഹിബ്, എല്ലാവർക്കും, അതേപോലെ വനിതാ ലീഗിൻ്റെ പ്രവർത്തകർ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ ആംബുലൻസിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച, സാമ്പത്തികമായും മറ്റുള്ള എല്ലാ സഹായം ചെയ്തു തന്ന ഗൾഫിലെയും നാട്ടിലെയും എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ MSFൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എല്ലാവർക്കും, ഈ പരിപാടിയിൽ പങ്കെടുത്ത നാട്ടുകാർക്കും മറ്റെല്ലാവർക്കും ഒറ്റ വാക്കിൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ്റെ സമ്മതത്തോടു കൂടി ഈ യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു.